2018-19 സാമ്പത്തിക വർഷം മുതൽ കുണ്ടറ ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി പട്ടികവർഗ വികസനത്തിനായി ലഭിക്കേണ്ട 3.5 കോടി രൂപ തിരികെ ലഭിക്കുന്നതിന് നടപടി സ്വീകരിക്കണമെന്ന് ദളിത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കുണ്ടറ ഗ്രാമപഞ്ചായത്തിൽ 2 പട്ടികജാതി സംവരണ വാർഡുകൾ ഇല്ലാതായത് നിലനിർത്താനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. 2018-19 സാമ്പത്തിക വർഷം മുതൽ കുണ്ടറ ഗ്രാമപഞ്ചായത്തിലെ പട്ടികജാതി പട്ടികവർഗ വികസനത്തിനായി ലഭിക്കേണ്ട 3.5 കോടി രൂപ തിരികെ ലഭിക്കാൻ നടപടി സ്വീകരിക്കണമെന്ന് ഭാരതീയ ദളിത് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. ത്രിതല തെരഞ്ഞെടുപ്പിൽ കുണ്ടറ ഗ്രാമപഞ്ചായത്തിൽ നിലവിലുണ്ടായിരുന്ന 3 പട്ടികജാതി സംവരണ വാർഡിൽ 2 എണ്ണം ഇല്ലാതായത് നിലനിർത്താനുള്ള നടപടി സ്വീകരിക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. 2011 സെൻസസ് എടുപ്പിലെ കണക്ക് പ്രകാരം പട്ടികജാതി വികസന ഫണ്ട് 3.5 കോടി രൂപ ലാപ്സാകുകയും 2 പട്ടികജാതി സ്ത്രീ സംവരണ വാർഡുകൾ നഷ്ടപ്പെടുകയും ചെയ്തു. അത് പുനഃസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിരവധി പ്രാവശ്യം സർക്കാർ തലത്തിൽ ചർച്ച നടത്തിയെങ്കിലും തീരുമാനമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോൾ വന്ന ഒരു അറിയിപ്പിൽ പ്രശ്നം പരിഹരിക്കാം എന്നാണ് തെരഞ്ഞെടുപ്പ് വിഭാഗം ഉദ്യോഗസ്ഥർ കത്തിൽ പറഞ്ഞിരിക്കുന്നത്. സെൻസസിലുണ്ടായ അപാകത മൂലമാണ് സംവരണ സീറ്റുകളും ഫണ്ടും നഷ്ടമായതെന്ന് ദളിത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കുണ്ടറ സുബ്രഹ്മണ്യൻ, ജില്ലാ സെക്രട്ടറി ജി അനിൽകുമാർ എന്നിവർ പറഞ്ഞു. സെൻസസിലെ അപാകത മൂലം കുണ്ടറ പഞ്ചായത്തിൽ നഷ്ടപ്പെട്ട പട്ടികജാതി ഫണ്ട് 2018-19 സാമ്പത്തിക വർഷം മുതൽ 2024-25 സാമ്പത്തിക വർഷം മുതൽ കഴിഞ്ഞ 7 വർഷമായിട്ട് 3.5 കോടി രൂപ ലാപ്സാകുകയും ഈ തുക തിരികെ ലഭിച്ചിട്ടില്ല. ഇത് പുനഃസ്ഥാപിച്ച് കിട്ടുകയും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ സംവരണ വാർഡ് നിശ്ചയിച്ചപ്പോൾ കുണ്ടറ പഞ്ചായത്തിൽ നിലവിലുണ്ടായിരുന്ന 3 പട്ടികജാതി സംവരണ വാർഡിൽ അത് 1 കുറയുകയും നഷ്ടപ്പെട്ട 2 പട്ടികജാതി സംവരണ വാർഡുകൾ തിരികെ ലഭിക്കുകയും നിലവിലുള്ള പട്ടികജാതി സംവരണ വാർഡുകൾ തൽസ്ഥിതി തുടരുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട്. ഇതേ സംബന്ധിച്ച് പട്ടികജാതി പട്ടിക ഗോത്രവർഗ കമ്മീഷന് പരാതി നൽകിയതായും ഇവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കുണ്ടറ.